ഹായ്. അഖിൽ അനിൽകുമാർ സംവിധാനം ചെയ്ത് അർജുൻ അശോകൻ അതേപോലെ രേവതി ശർമ്മ പ്രധാന കഥാപാത്രമായി അഭിനയിച്ച തലവര എന്ന സിനിമയെ കുറിച്ചാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. ഈ സിനിമയിൽ ഇവർ കൂടാതെ അശോകൻ ഉണ്ട്, പിന്നെ രണ്ട് മൂന്ന് പുതുമുഖ താരങ്ങളുണ്ട്. അവരെല്ലാവരും വളരെ നല്ല രീതിയിൽ തന്നെയാണ് ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളത്. എനിക്ക് ഈ സിനിമയിൽ ഒരു നെഗറ്റീവ് എന്ന് പറയാനില്ല എന്ന് വേണം പറയാൻ വേണ്ടിയിട്ട്. കാരണം ഇതിലൊരു ലാഗ് അടിക്കുന്ന ഒരു സീനോ അല്ലെങ്കിൽ എന്തത് എന്നുള്ളൊരു സീനോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഈ സിനിമയിൽ ഇല്ല. ഞാൻ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇമോഷണൽ ആയിട്ടുള്ള ഒരു ഇപ്പൊ അടുത്ത് റീസെന്റ് ഇറങ്ങിയിട്ടുള്ള ഒരു സിനിമയിൽ നിന്നും വളരെ നല്ല രീതിയിൽ എന്താ പറയാ, എല്ലാവരും അഭിനയം കാഴ്ചവെച്ചിട്ടുള്ള ഒരു സിനിമയാണ് തലവര എന്ന് പറയുന്ന ഈ ഒരു സിനിമ. എനിക്ക് കണ്ടിട്ട് ചില സീനുകളിലൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് ഇമോഷണൽ ആയിരുന്നു. എനിക്ക് എന്റെ കണ്ണൊക്കെ നിറഞ്ഞു പോയായിരുന്നു ഈ സിനിമ കണ്ടിട്ട്. സത്യം പറഞ്ഞാല് ഇത് തിയേറ്ററിൽ പോയി കാണേണ്ട ഒരു മൂവി ആയിരുന്നു, പക്ഷെ എനിക്കത് സാധിച്ചില്ല. എനിക്ക് OTT വന്നപ്പോഴാണ് ഈ സിനിമ കാണാൻ സാധിച്ചത്. പിന്നെ ഈ സിനിമയുടെ ഒരു പ്രത്യേകതയും ഇതിന്റെ ഒരു കഥയും ഭയങ്കര രസമാണ്. ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. അതായത് ഇതിലെ നായക കഥാപാത്രത്തിന് ചെറിയൊരു വൈകല്യമുണ്ട്. അതായത് ഒരു പാണ്ട് പിടിച്ച പോലെ, ശരീരത്തിൽ പാണ്ട് പിടിച്ച പോലത്തുള്ള ഒരു അസുഖമുള്ള ഒരു വ്യക്തിയാണ് ഇതിലെ കഥാനായകൻ, നമ്മുടെ അർജുൻ അശോകൻ. അപ്പോ മറ്റുള്ളവര് ഇവനെ കളിയാക്കുന്നതും പിന്നെ എന്തെങ്കിലും ഒരു സംഭവത്തിലോട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ അവനെ മനസ്സിനെ തളർത്തുന്നത്, അതായത് എന്റെ ഈ ഒരു ശരീരം ആർക്കും ഇഷ്ടമാകത്തില്ല എന്നുള്ളൊരു ചിന്തയും കാര്യങ്ങളൊക്കെ ഈ സിനിമയിൽ കാണിക്കുന്നുണ്ട്. അതുപോലെ പല സ്ഥലങ്ങളിലും ഇവനെ അവോയ്ഡ് ചെയ്യുന്ന കുറച്ച് സീനുകളൊക്കെ കാണിക്കുന്നുണ്ട്. ആ സീനുകളൊക്കെ ഭയങ്കര രസമായിട്ട് തന്നെ നമ്മുടെ അർജുൻ അശോകൻ ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ അതിനെ സപ്പോർട്ടിങ് ആയിട്ട് തന്നെ ആ ഒരു ലേഡി കഥാപാത്രം നമ്മുടെ രേവതി ശർമ്മ, അവരും നല്ല രീതിയിൽ തന്നെയാണ് ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളത്. പിന്നെ ഇതിന്റെ കഥ വളരെ സിമ്പിൾ ആണ്. ഇതിന്റെ ഒരു കഥ പറയുന്നത് ഈ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു സംഭവങ്ങളൊക്കെ ഉള്ള കാരണം കൊണ്ട് പുറത്ത് ആൾക്കാർ എങ്ങനെയാണ് നമ്മളെ കാണുന്നത്, അല്ലെങ്കിൽ അവര് നമ്മളെ കുത്തി പറയുന്നത്. നമുക്ക് ചെറിയ ചെറിയ വൈകല്യമുള്ളവരൊക്കെ നമ്മൾ ചെറിയ രീതിയിൽ പലരും പറയാറുണ്ട്, അവൻ അങ്ങനത്തെ ആളാണ്, അവൻ ഇങ്ങനത്തെ ആളാണ്, അയ്യേ ഇവന് എന്തെങ്കിലും പറ്റുമോ, ഇവനെ കൊണ്ട് സാധിക്കില്ല എന്നൊക്കെ പറയുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ ഈ സമൂഹത്തിലുണ്ട്. പക്ഷെ ആ ഒരു ആൾക്കാരെ അനുഭവിക്കുന്ന ആ ഒരു മാനസികമായിട്ടുള്ള സംഘർഷങ്ങൾ അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള ആ ഒരു വേദനകളൊക്കെ എന്താണെന്നുള്ളത് ഈ സിനിമയിൽ വളരെ നല്ല രീതിയിൽ തന്നെ നമ്മുടെ അർജുൻ അശോകൻ ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ ഒരുപാട് സീനുകളൊക്കെ ഈ സിനിമയിൽ വരുന്നുണ്ട്. അതായത് ഇവൻ ഒരു സിനിമയുടെ ഓഡിഷന് പോകുന്ന സമയത്ത് ഇവന് ഫ്രണ്ടിലോട്ട് കൊണ്ടുപോയി നിർത്തുന്നുണ്ട്. ഒരു ജയ് വിളിക്കുന്ന ഒരു സീനാണ്. ആ ഒരു സീനിൽ ഇവനെ ഫ്രണ്ടിലോട്ട് കൊണ്ട് നിർത്തുമ്പോൾ ക്യാമറമാൻ നോക്കിയിട്ട് പറയുന്നുണ്ട്, ആരാണ് ഇവനെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയത്, ഒരുമാതിരി പ്രേതപ്പടം എന്നല്ലല്ലോ നമ്മൾ എടുക്കാൻ വരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കുന്ന കുറച്ച് സീനുകൾ. പിന്നെ അതുപോലെ ഒരു ഡയറക്ടർ, അതിലൂടെ ഒരു പ്രൊഡ്യൂസർ ഈ പറഞ്ഞ പോലെ ഇവനെ കളിയാക്കിയിട്ട് വിടുന്ന കുറച്ച് സീനുകളും കാര്യങ്ങളൊക്കെ ഈ സിനിമയിൽ കാണിക്കുന്നുണ്ട്. അതും പിന്നെ അവന്റെ ഫ്രണ്ട്സുകളും അങ്ങോട്ടും ഇങ്ങോട്ടും നോർമലി നമ്മൾ വിളിക്കുന്ന പോലെ തന്നെ ഓരോ കുറ്റപ്പേരുകളൊക്കെ ഉണ്ടാവില്ല, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വിളിക്കുന്നതും. പിന്നെ ഒരുപാട് ഒരുപാട് ഇമോഷണൽ സീനുകളൊക്കെ ഇത് വരുന്നുണ്ട്. പിന്നെ കുഴപ്പമില്ലാത്ത ചെറിയൊരു നല്ലൊരു ലവ് സ്റ്റോറി വരുന്നുണ്ട്. അതുപോലെ തന്നെ ഫാമിലിയിൽ ഉണ്ടാകുന്ന കുറെ ഇഷ്യൂസ്, അതായത് അവരോട് നിൽക്കുന്ന വീടിന്റെയും അവരുടെ ഫാമിലിയിലുള്ള ചെറിയ ചെറിയ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ നല്ല രസമായിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഇതിന്റെ പാട്ടുകൾ. ഈ സിനിമയിലെ പാട്ടുകൾ ഒരു രക്ഷയില്ലാത്ത നല്ല പാട്ടുകളാണ് കേട്ടോ. 2-3 പാട്ടുകളുണ്ട്. 3 പാട്ടും കേൾക്കാൻ നല്ല രസമാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, മൊത്തത്തിൽ ഈ ഒരു പടം നമ്മുടെ ഫാമിലിയൊക്കെ ആയിട്ട് ഇരുന്ന് സ്വസ്ഥമായിട്ട് ഇരുന്ന് എൻജോയ് ചെയ്തിരുന്ന് കാണാൻ പറ്റുന്ന ഒരു നല്ലൊരു സിനിമ തന്നെയാണ് കേട്ടോ ഈ തലവര എന്ന് പറയുന്ന ഒരു മൂവി. ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ ഇപ്പോൾ OTT സിനിമ ഉണ്ട്, തീർച്ചയായിട്ടും കണ്ടോളൂ. നിങ്ങൾക്ക് ഒരു സീനിൽ പോലും ലാഗ് അടിക്കത്തില്ല. ഭയങ്കരമായിട്ട് നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു മൂവിയാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ പറയല്ലോ, എനിക്ക് ചില സീനുകളൊക്കെ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്ത് എന്റെ കണ്ണൊക്കെ നിറഞ്ഞു പോയ കുറെ സീനുകൾ ഈ പടത്തിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അത് വീണ്ടും വീണ്ടും എടുത്തെടുത്ത് പറയുന്നത്. കാരണം അത്രയും നന്നായിട്ട് നമ്മുടെ അർജുൻ അശോകനും മറ്റുള്ള കഥാപാത്രങ്ങളെല്ലാവരും അത്രയും പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് ഈ സിനിമയിൽ ചെയ്തിട്ടുള്ളത്. എനിക്ക് പടം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ വീണ്ടും പറയുന്നത്, ഇത് എനിക്ക് തിയേറ്ററിൽ പോയിട്ട് മിസ്സായ ഒരു പടമാണ്. തിയേറ്ററിൽ കാണാൻ പറ്റിയില്ല. OTT വന്നപ്പോൾ വീണ്ടും ഒരുപാട് ലൈറ്റായി. OTT ഉണ്ടായിരുന്നു, ഞാൻ കണ്ടില്ലായിരുന്നു. ഇന്നലെയാണ് ഞാൻ ആ സിനിമ കണ്ടത്. കണ്ടപ്പോൾ എനിക്ക് കുറച്ചുകൂടി മുന്നേ ഈ സിനിമ കാണണമായിരുന്നു എന്ന് തോന്നിയൊരു സിനിമയാണ് തലവര എന്ന് പറയുന്ന ഒരു സിനിമ. ഇതിന്റെ ഡയറക്ടർ ആണെങ്കിലും പിന്നെ ആർട്ട് വർക്ക് ആണെങ്കിലും മ്യൂസിക് ആണെങ്കിലും അതിന്റെ പിക്ചർ ക്വാളിറ്റി എല്ലാ സൈഡും വളരെ നല്ല രീതിയിൽ തന്നെ എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തെടുത്ത് പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ അർജുൻ അശോകന്റെ ആ ഒരു അഭിനയം ഈ അടുത്ത് ഇറങ്ങിയ പല പടങ്ങളിൽ നിന്നും വളരെ നല്ല രീതിയിൽ തന്നെയാണ് നമ്മുടെ അർജുൻ അശോകൻ ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളത്. അതിന്റെ ഒരു ഇത് ഈ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിന്റെ ക്ലൈമാക്സിൽ വരുന്ന കുറച്ച് സീനുകളൊക്കെ ഉണ്ട്, എല്ലാം അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ എന്തായാലും നിങ്ങൾ സിനിമ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ സിനിമ കണ്ടോളൂ.
ഞാൻ സജസ്റ്റ് ചെയ്യുന്ന നല്ലൊരു ഫീൽ ഗുഡ് മൂവിയാണ്. ഫാമിലി ആയിട്ടൊക്കെ ഇരുന്ന് പിള്ളേർ എല്ലാവരുമായിട്ട് ഇരുന്ന് കാണാൻ പറ്റുന്ന ഒരു ഫീൽ ഗുഡ് ഫാമിലി മൂവിയാണ് തലവര എന്ന് പറയുന്ന ഈ ഒരു സിനിമ. അപ്പൊ നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായം എനിക്ക് കമന്റ് ആയിട്ട് ഇറങ്ങണം. കാണാത്തതുണ്ടെങ്കിൽ വേഗം പോയി കണ്ടോളൂ, എന്നിട്ട് അഭിപ്രായം പറയണം. അപ്പൊ നമുക്ക് അടുത്ത സിനിമയുടെ വിശേഷമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.